വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു. അംഗനവാടികൾ ഒരാഴ്ചത്തേക്ക് അടച്ചു. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് 2 മരണമുണ്ടായി. ഇപ്പോൾ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുകയാണ്. ദിനം പ്രതി ഇപ്പോൾ ചൂട് കൂടി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇത് സംബന്ധിച്ച് ഇന്ന് തന്നെ 2 മരണമാണ് സൂര്യാഘാതമേറ്റ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? 3 ജില്ലകൾക്കാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇന്നിപ്പോൾ നൽകിയിട്ടുള്ളത്. കൊല്ലം, അതുപോലെ തന്നെ പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ജാനുവരി മുതൽ തന്നെ വലിയ രീതിയിലുള്ള താപനിലയാണ് സംസ്ഥാനത്ത് ഉടനീളം ഉയർന്നു വന്നിട്ടുള്ളത്. ഈ ഒരു മെയ് ആദ്യ വാരം വരെ ഈ ഒരു താപനില വലിയ രീതിയിൽ ഉയർന്നു തന്നെ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഒരു സംസ്ഥാനത്ത് 2 ജില്ലകളിൽ തുടർച്ചയായി 2 ദിവസം 40 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ താപനില അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ 3 ജില്ലകളിൽ 40 ഡിഗ്രിയേക്കാൾ കൂടുതൽ താപനില കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൂടി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. പാലക്കാട് ജില്ലയിൽ ഇന്നും 41.6 ഡിഗ്രി സെൽഷ്യസോളം ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ താപനില ഉയരുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ജാഗ്രത പൊതുജനം പാലിക്കണമെന്ന നിർദ്ദേശം ഉൾപ്പെടെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, ഈ താപനിലയും അതുപോലെ തന്നെ ഉഷ്ണതരംഗ മുന്നറിയിപ്പും നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്തെ അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുകയാണ്. ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സുരക്ഷാ മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ആരോഗ്യ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. ഇത് കണക്കിലെടുത്ത് മന്ത്രി വീണ ജോർജ് ആണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. നിർദ്ദേശത്തെ തുടർന്നാണ് അങ്കണവാടികൾ അടുത്ത ഒരാഴ്ചത്തേക്ക് പ്രവർത്തനം നിർത്തിവെക്കാനുള്ള ഒരു നടപടിയിലേക്ക് ഇപ്പോൾ കടക്കാൻ പോകുന്നത്. അതേസമയം അങ്കണവാടികളുടെ മറ്റ് പ്രവർത്തനങ്ങൾ പതിവ് പോലെ നടത്തണം എന്നൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെന്ററി ന്യൂട്രീഷൻ വീടുകളിൽ എത്തിക്കും എന്ന ഒരു അറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ഉയർന്ന താപനില തുടരുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഉള്ളതിനാൽ സൂര്യാതാപം ഏൽക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് അറിയിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ സൂര്യാതാപം ഏറ്റ് 2 മരണം സംഭവിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 90 വയസ്സുകാരിയായ ലക്ഷ്മി സൂര്യാതാപം ഏറ്റ് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മാഹിയിൽ വിശ്വനാഥൻ എന്നൊരാളും സൂര്യാതാപം ഏറ്റുന്നപ്പോൾ മരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രത പൊതുജനം പാലിക്കണമെന്നാണ് അറിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുഞ്ഞുങ്ങൾ, പ്രായമായവർ, ഗർഭിണികൾ, അതുപോലെ തന്നെ ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ഉഷ്ണതരംഗത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ വിഭാഗത്തിലുള്ളവർ കഴിയുന്നതും നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കുക, അതുപോലെ തന്നെ നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ധാരാളം വെള്ളം കുടിക്കുക തുടങ്ങിയ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. കൂടാതെ തന്നെ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ചികിത്സ തേടേണ്ടതാണെന്നും മന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിക്കുന്നുണ്ട്. കൂടാതെ തന്നെ അന്തരീക്ഷ താപനില തുടർച്ചയായി സാധാരണയിൽ കൂടുതൽ ഉയർന്നു നിൽക്കുകയാണ്. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഉൾപ്പെടെ ഉള്ളതിനാൽ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം പാലിക്കേണ്ടതുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, അതുപോലെ തന്നെ നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അതിനാൽ വളരെ ഏറെ ശ്രദ്ധിക്കണം. ഈ രാവിലെ 11 മുതൽ വൈകുന്നേരം 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഈ ഒരു സമയത്ത് പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ കിടപ്പ് രോഗികൾ, പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, മറ്റു രോഗങ്ങൾ മൂലം അവശത അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങളിലുള്ളവർ ഈ സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാനുള്ള സാഹചര്യം ഒക്കെ തന്നെ കുറയ്ക്കണം. ഈ അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. കുടയോ തൊപ്പിയോ ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്.
അതുപോലെ തന്നെ ദാഹം ഇല്ലെങ്കിലും ഈ നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ധാരാളം വെള്ളം കുടിക്കണം. മറ്റൊരു കാര്യം, കുടിക്കുന്ന വെള്ളം ഇതിനിടയിൽ ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം തുടങ്ങിയ ഒട്ടനവധി നിർദ്ദേശങ്ങൾ കൂടിയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും ഒക്കെ നിർദ്ദേശിച്ചിട്ടുള്ളത്. മെയ് ആദ്യ വാരം വരെ ഇത്തരത്തിൽ ചൂട് ഉയർന്നു തന്നെ നിൽക്കാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനിടയിൽ തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴയ്ക്കുള്ള സാധ്യതയും പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ആഴ്ചയൊക്കെ തന്നെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ചിലയിടങ്ങളിൽ വേനൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഈ ചൂടിനെ മറികടക്കുന്ന രീതിക്കുള്ള ഒരു മഴ സംസ്ഥാനത്ത് ഉടനീളം എല്ലാ ജില്ലകളിലും പെയ്തിട്ടില്ല, ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചൂട് ഇങ്ങനെ ഉയർന്നു തന്നെ നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഏറ്റവും വലിയ രീതിയിൽ ഒരു താപനില അനുഭവപ്പെടുന്നത് പാലക്കാട് ജില്ലയിലൊക്കെ തന്നെയാണ്. വേനൽ മഴ സാധ്യത കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ടെങ്കിലും അത് തെക്കൻ മധ്യ ജില്ലകളിലൊക്കെയാണ് വേനൽ മഴ സാധ്യത പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പ്രവചനം പോലെയുള്ള ഒരു മഴ ഇതുവരെയും സംസ്ഥാനത്ത് ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് വന്ന സ്ഥിതിക്ക് അതിനനുസരിച്ചുള്ള ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനം പാലിക്കണം. ഈ മെയ് ആദ്യ വാരം വരെ വലിയ രീതിയിൽ ജാഗ്രത പാലിക്കണം എന്നൊരു കാര്യമാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെക്കുന്നതും അറിയിക്കുന്നത്. സൂര്യ, അതേസമയം ഇപ്പോൾ ജാഗ്രത നിർദ്ദേശം ഇപ്പോൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എങ്കിലും ചില ഉച്ച സമയങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഒരുപാടുണ്ട് ഈ ജില്ലയിൽ തന്നെ, സംസ്ഥാനത്ത്. അവർക്ക് ഏത് തരത്തിലുള്ള മുന്നറിയിപ്പാണ്? കൂടുതൽ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിയാൽ മാത്രമേ ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കൂ എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇപ്പോൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്? ബോധവൽക്കരണ പരിപാടികൾ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൂടുതലായി നൽകാൻ സാധ്യതയുണ്ട്? ആരോഗ്യമന്ത്രി നേരിട്ടാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ അങ്കണവാടികൾ അടുത്ത ഒരാഴ്ചത്തേക്ക് തുറക്കരുതെന്ന് നിർദ്ദേശം നൽകിയതും മന്ത്രിയുടെ നേതൃത്വത്തിൽ നടപടിയെടുത്തതും മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലേബർ കമ്മീഷൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സമയങ്ങളിൽ അതായത് രാവിലെ 11 മുതൽ വൈകുന്നേരം 3 വരെയുള്ള സമയത്താണ് നേരിട്ട് ശരീരത്തിൽ വെയിൽ കൊള്ളരുത്, സൂര്യപ്രകാശം ഏൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ലേബർ കമ്മീഷനും ഇത്തരത്തിൽ ഈ സമയങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ഇളവ് നൽകിയിട്ടുണ്ട്. ഈ സമയങ്ങളിൽ തൊഴിൽ ചെയ്യരുത്, പുറത്ത് വെയിലത്ത് ഇറങ്ങി നിൽക്കരുത് അടക്കമുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പൊതുജനം കൂടി അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ചൂട് താപനിലയും ഉയർന്നു തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു വൈദ്യുതി ഉപഭോഗം കൂടി സംസ്ഥാനത്ത് ഉണ്ടാവുകയാണ്. ഈ നേരത്തെ തന്നെ സർവകാല റെക്കോർഡിലേക്ക് വൈദ്യുതി ഉപഭോഗം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുള്ള നിർദ്ദേശം കൂടി ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തു നിന്ന് വരികയാണ്. അതായത് വലിയ രീതിയിൽ ഈ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡ് പിന്നിടുമ്പോൾ പുറത്തുനിന്ന് അധിക വിലയ്ക്ക് അത് വാങ്ങി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. പവർ കട്ടിൽ അടക്കമുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. അത്തരത്തിൽ കൂടി പൊതുജനം നിർദ്ദേശം പാലിക്കണം, മുൻകരുതൽ പാലിക്കണം എന്നടക്കം നിർദ്ദേശം പങ്കുവയ്ക്കുന്നുണ്ട്. ഈ പീക്ക് ടൈമിലുള്ള വൈദ്യുതി ഉപഭോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കണം എന്നൊരു നിർദ്ദേശം പറയുമ്പോഴും താപനില ഓരോ ദിവസവും കൂടി വരികയാണ്. വീട്ടിന് അകത്ത് പോലും ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നിരുന്നാൽ കൂടി ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനം പാലിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മെയ് ആദ്യ വാരം വരെ താപനില ഉയർന്നു തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഈ വേനൽ മഴ ശക്തി പ്രാപിക്കും എന്ന് അറിയിച്ചിട്ടുള്ളത്. അതുവരെ പൊതുജനം കൃത്യമായിട്ട് മുൻകരുതലുകൾ സ്വീകരിക്കണം, ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ചു തന്നെ മുന്നോട്ട് പോകണം എന്ന ഒരു കാര്യം തന്നെയാണ് ഈ വകുപ്പുകളൊക്കെ തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ശരി. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു. ഇത് സംബന്ധിച്ച് അങ്കണവാടികളിൽ ഒരാഴ്ചത്തേക്ക് അടച്ചു. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് ഇന്ന് 2 മരണമുണ്ടായി. കണ്ണൂരും പാലക്കാടുമാണ് മരണമുണ്ടായത്. അതേസമയം പാലക്കാട് ആണ് ഏറ്റവും ഉയർന്ന താപനില ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സൂര്യഗായത്രി.